ഒരു കുപ്പല്ലാണ്ട് ഒക്കെ അടിച്ച് വൃത്തിയാക്കണം. ഒക്കെ അടിച്ചു വരണം. അല്ലടാ അമ്മ അടിക്കില്ലല്ലോ. ഞാൻ അടിക്കില്ലല്ലോ, ഞാൻ തന്നെയല്ലേ അടിച്ചിരുന്നത് അല്ലേ? ചെയ്യണേ. എന്തപ്പ തന്നെ മുത്തിയമ്മമാരുടെ പോലെ അയ്യോ എടുപ്പൊന്നുമില്ലേ അമ്മക്കല്ലാത്തത്. എന്നാ ഈ അടിക്കേ അമ്മോ. അത് ആ തുണികൾ കണ്ടോ, ആ തുണികൾ മൊത്തം മടക്കി വെക്കണം ഏട്ടാ. എന്താ സ്കൂളില്ലാത്ത അമ്മ പറയണേ അമ്മൂനെ മുതലാക്കുകയാണ് എന്നുള്ളത്. പിന്നൊന്നും ചെയ്യില്ല. എന്താ അമ്മു എന്താ റെസ്റ്റ് ഇരിക്കണെന്നറിയോ? ഇന്നലെ തുണി തോരട്ടത് മുഴുവൻ അമ്മുവാണ് കേട്ടോ. അപ്പം അച്ചു എന്താ ഫോണ് നോക്കിയിരിക്കുകയായിരുന്നു അത്രേ. അപ്പം ഇന്ന് അച്ചു അടിക്കണ അവള് കുറച്ചു നേരം നോക്കിയിട്ട് പിന്നെ ആ തുണി എടുത്ത് വെക്കാന്ന്. കുശുമ്പി എന്താ അവളുടെ ചിരി നോക്കിയൊക്കെ. വേഗം കൊണ്ട് എടുത്തേക്ക്. എന്താ അച്ചു ഇത് ചെയ്യണത്? അതിന് ആ കുപ്പയൊക്കെ എടുക്കേ അമ്മോ. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് മടക്കിയിട്ട് കൊണ്ടുപോയാൽ മതിയേ. ഉള്ളിൽ പോയിട്ട് പിന്നെയും മടക്കണ്ടേ? അങ്ങനെ മടക്കി മടക്കി കൊണ്ടുപോയി സുഖമായിട്ട് എടുത്തൂടെ? അവിടെ കൊണ്ടുപോയി വെക്കുക. ഒരു പണി അങ്ങനെ കയ്യോടെ തീരും ചെയ്യേ. കിച്ചോട്ടിനെവിടെ കുഞ്ഞു? നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ചോറ് വെക്കാനുണ്ട്. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. വിറക് വെട്ടണം. വിറക് അനിയേട്ടൻ വെട്ടിത്തരാ പറഞ്ഞു കുറച്ച്. സ്റ്റെപ്പ് അടിക്കണ്ട. വേണ്ട സ്റ്റെപ്പൊന്നും അടിക്കണ്ട. തോരടില്ല. അത് തോരടുക അമ്മോജിക്ക തോരടുക. എന്താ വെച്ചിട്ടാ രണ്ടുപേരും കറുപിറ് പറഞ്ഞിട്ട് അച്ചു അടിച്ചത് വൃത്തിയായില്ല പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മോ. ഇന്ന് ഓരോ ദിവസം ഓരോരുത്തർക്കാണ്. ഇന്ന് അച്ചുവിനാണ് കിട്ടിയിരിക്കുന്നത്, നാളെ അമ്മൂന്. അപ്പം ഇന്ന് അമ്മൂന് തുണി മടക്കി വയ്ക്കലും ഉള്ളടിക്കലും അമ്മൂൻ്റെ പണി. വലുതാണോ ആടെ ചെയ്തത്. ഉള്ളടിക്കലും എന്താ തുണി മടക്കി വയ്ക്കലും അമ്മൂൻ്റെ പണി കേട്ടോ. ഇനി അച്ചുവിന് എന്താ പണിന്ന് അറിയാച്ചോ? മേലെ കഴുകി വിളക്ക് വെക്കുക. അതന്നെ പറഞ്ഞതേ. നീ മേലെ കഴുകി വിളക്ക് വെക്കുക. വിളക്കൊക്കെ കഴുകിയിട്ട് വിളക്ക് വെക്കുക. അത് അച്ചുവിൻ്റെ പണി. എന്താ അമ്മൂന് ദേഷ്യം വരുന്നത്? ചിരി വരിയേ. എന്താ ചെയ്യാ? കുഞ്ഞനൊരു പണി വന്നു. കുഞ്ഞൻ വേണ്ടെന്ന് പറയുന്നത്. അവിടുന്ന് ഒരു കുറച്ച് ചകിരി എടുത്തു കൊടുന്നേക്ക്. അത് ചേച്ചി ആണ്. എന്താ ഞാൻ മുറ്റടിക്കാൻ ഉള്ളടിക്കാനായിട്ടില്ല പറ. പിന്നെ എന്തിനാ വെല്ലിയേച്ചി ചോദിക്ക്? വെല്ലിയേച്ചി എന്തിനാ ചോദിക്കുക കുഞ്ഞാ? ഈ വലിയതല്ലേ? എന്നാ അമ്മ ചേച്ചി പോരെ. ഞാൻ എൻ്റെ ഒരു ഓളത്തിന് പറഞ്ഞാണ് വെല്ലിയേച്ചി എന്നുണ്ടേ. അമ്മ ചേച്ചിക്ക് വെല്ലിയേച്ചിന്ന് വിളിക്കണ ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞേച്ചിയെന്ന് വിളിച്ചാലോ? അച്ചു നിന്റെ കുഞ്ഞേച്ചി. ശരിക്കും പറഞ്ഞാലേ ഈ വെളുത്തുള്ളി നേരെയൊക്കെ ഒരു പണിയാണ് കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആകുമ്പോൾ ഒരു സമയത്ത് വലിയ വെളുത്തുള്ളിയാണ്. എത്ര വലുതായിരുന്നു വെച്ചിട്ടാ. ഇപ്പോൾ അതാ ഈ കുഞ്ഞു വെളുത്തുള്ളിയാണ്. മക്കളെ സ്കൂൾ കൂട്ടുമ്പോൾ നമ്മളിങ്ങനെ ചെറിയൊരു കഴിച്ച പാത്രം കഴുകി വെക്കി, തുണികൾ എടുത്ത് വെക്കി, അല്ലെങ്കിൽ തുണി മടക്കി വെക്കി, അവരവരുടെ പായം ചിലപ്പോൾ അച്ചു ഈ അമ്മയ്ക്ക് തന്നെ പറയുള്ളൂ, വേറൊന്നുമില്ലേ ചോദിക്കും. ചെറിയ പണികളൊക്കെ മക്കൾ ചെയ്ത് പഠിക്കണം. എന്നാലാണ് വലുതാകുമ്പോൾ പണി കാണുമ്പോൾ മടിയില്ലാതിരിക്കുള്ളൂ. ഞാൻ പറയും ഇവരുടെയൊക്കെ പ്രായത്തിലില്ലേ, ഞാൻ 5ാം ക്ലാസ്സൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ വെള്ളം കോരലും ചോറ് വെക്കലും ഒക്കെ തുടങ്ങി കേട്ടോ. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ ഇവർക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ചെറിയ പണി പറയുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം കയറും അച്ചുട്ടിക്ക്. ഇവർ ചെയ്യാതെ ഇവയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയട്ടാ, ചെയ്ത് പഠിക്ക്, ഓരോ കുട്ടികൾ എന്തൊക്കെ പണികൾ ചെയ്യും, നിങ്ങൾക്ക് എന്താ പണി ചെയ്താൽ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ രണ്ടാളും വേഗം ചെയ്യും. കിച്ചൂട്ടനാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര ആ സൈക്കിളും കൊണ്ട് പോയിക്കാണ്. അതാണ് കിച്ചുവിനെ കാണാത്തത്. കിച്ചുവിന് കണ്ണ് തെറ്റിയ സൈക്കിളും കൊണ്ട് പോകും.
കണ്ണ് തെറ്റിയ സൈക്കിളും കൊണ്ട് പോകും. സ്കൂൾ 2 മാസം TV റീചാർജ് ചെയ്ത് കൊടുത്തു. എന്നാൽ TV കണ്ടിരിക്കട്ടെ പറഞ്ഞിട്ട് അവന് കുറച്ച് നേരം കാണുമ്പോഴേക്കും അവന് പുറത്തു കൂടെ പോകണം, ഇല്ലെങ്കിൽ അവന് സമാധാനമേ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെയാണ്. അച്ചുട്ടിക്ക് മാത്രം നമ്മുടെ ഇവിടെ സൈക്കിൾ ചവിട്ടാൻ പേടി. ചവിട്ടാനറിയാം, പക്ഷെ പേടിയാണ്. കിച്ചു, നീ എവിടേക്കാ സൈക്കിളും കൊണ്ട് പോയി? UKG ഗ്രൂപ്പ് വരും. 3 ചെക്കന്മാർക്കും ഇത് വേണോന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. നിനക്ക് എന്തിനാ? അമ്മു വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി നമ്മൾ എന്താണ് ഉണ്ടാക്കണമെന്നറിയോ? എന്താ ഉണ്ടാക്കണത്? മീനച്ചാറ് കേട്ടോ. അല്ലേ സോനിയെ? സോനിക്ക് മീനച്ചാറ് വേണത്രേ. കുറേ ദിവസമായി അടുത്തമ്മ ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നു. ബീഫ് അച്ചാർ. ഇനി ബീഫ് ആകെ 1 കിലോ ബീഫ് വാങ്ങുമ്പോൾ അത് കറി വെക്കുക ചെയ്യുക, അച്ചാറുണ്ടാക്കുക ചെയ്യുക. ഞാനതിൽ കുറച്ച് മീനില്ലേ, അത്ര മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മസാലകൾ ഇട്ടേ. അപ്പോൾ ഈ ചക്കടി മാങ്ങടി സീസൺ ആയതും കൊണ്ട് എല്ലാം അവിടെ നല്ല ഈച്ചയാണ് കേട്ടോ. കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കേട്ടോ. നമ്മൾ മീനിൽ തിരുമ്പി വെക്കട്ടെ. ഇനി നമ്മളിതിൽ ഒന്ന് ഫസ്റ്റ് ചെയ്തിട്ടാ. അല്ല പിന്നെ എനിക്ക് എന്താ പറയാനാ, കുട്ടി തുപ്പിയുടെ കുടിക്കണേ. സുകന്യേ, നമുക്കില്ലേ വലിയ കുപ്പികളിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും, പക്ഷെ വെള്ളം കുടിക്കില്ല കേട്ടോ. നമ്മളിതൊക്കെ നുറുക്കി വെച്ച് ഞാൻ തീ പൊട്ടട്ടെ. എന്താ അമ്മ ഫോണിൽ കളിക്കുന്നത്? അത് ചാർജ് ചെയ്യ. എന്താ ആത്തപ്പാ? ബായോ ബാ. ഉലുവേന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഉലുവയും കായ വറുത്തെടുക്കുന്നതാണ് കേട്ടോ ചെയ്യുക. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞ് കായപ്പൊടി കൊണ്ടുവന്നു. കായം വാങ്ങണതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കായം തന്നെ കൊണ്ടുവരിക. ആദ്യം കുട്ടികൾക്കൊക്കെ വയറുവേദന ഉള്ള സമയത്തൊക്കെ ചെറുപ്പത്തിൽ പാൽക്കായം അങ്ങനെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കും കേട്ടോ, ഗ്യാസിൻ്റെ പ്രശ്നത്തിന്. ഇപ്പം പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുകയല്ലേ ചെയ്യുക. ഇതല്ലാതെ വേറൊന്നുണ്ട്. ഇപ്പോഴല്ലേ നമ്മൾ പേടിച്ച് ഡോക്ടറെ അടുത്തേക്ക് ഓടുക. ആദ്യമൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ മറുമരുന്നുകൾ ഉണ്ടാവും വെച്ചിട്ട് ജീരക വെള്ളം കുടിക്കുക. ഇതേപോലെ വയറുവേദനയെന്ന് പറഞ്ഞ ചൊലുവ വെള്ളം. അത് പൊട്ട് നമ്മുടെ അത് മൂത്തോട്ടാ. എന്താ കളർ വ്യത്യാസം ഉണ്ടോ? ഇനി അല്ലെങ്കിൽ അത് ഇരുന്ന് കരി. കുട്ടികൾ കളിച്ചിട്ടേ നമ്മുടെ ഇത് നുറുക്കി വെച്ചത് നല്ല ചന്തത്തിൽ നുറുക്കി വെച്ചല്ലേ, നുറുക്കി വെച്ചതൊന്ന് താഴേക്കായിട്ടാ. താഴേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടുത്ത് എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. കായം കണ്ടില്ലേ? ആയിട്ടില്ല, ഉള്ളിലൊക്കെ വേവണ്ടേ. മീനിതാ വറുത്തെടുക്കട്ടെ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരും അമ്മോ. എന്താ അമ്മൂൻ്റെ കോലം? കല്ലടിക്കോട് പോണ്ട്. ഞാനുണ്ട്. എവിടേക്കെങ്കിലും പോണുണ്ട് പറഞ്ഞ അമ്മു. ഞാനുണ്ട്. തമ്പ്രാട്ടിയേ കാണിക്ക. എങ്ങനെ കാണിക്ക? ഇതേപോലെ വരിക. നല്ല പൊടിയണം. നല്ല പൊടിയണം കേട്ടോ. അയ്യാ ഉലുവ പൊടി, ഇത് പൊടിയുണ്ടാവില്ല.
ഈ മീനില്ലേ പൊടിയില്ല കേട്ടാ, വറുത്ത് കഴിഞ്ഞാൽ. അച്ചാറ് ചിലപ്പോൾ നാളേക്ക് തന്നെ ഉണ്ടാവുള്ളേ. അച്ചാറെല്ലാവർക്കും ചിക്കനും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലും വേഗം കഴിയട്ടാ. ബീഫ് അതിന് നമ്മൾ ആളില്ല മുട്ടി. നമ്മൾ ആകെ ഈ ഒരു 1.5 കിലോനൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ചക്കക്കൂട്ടാൻ കൂട്ടുന്ന പോലെ കഴിക്കുകയും ചെയ്താലോ. ബീഫ് അടിപൊളിയായിരുന്നു അല്ലേ അച്ചാറ്. അപ്പോൾ നമ്മൾ അച്ചാർ ബിസിനസ്സൊക്കെ തുടങ്ങണം. ഒക്കെ കറണ്ടിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട്. പിന്നെ നമ്മൾ വേറെയുള്ള കൂട്ടുകളൊന്നും കൂട്ടാത്തതും കൊണ്ടില്ലേ, ചിലവരിങ്ങനെ ഓരോ കെമിക്കലും കാര്യങ്ങളൊക്കെ കൂട്ടില്ലേ. അങ്ങനെ കുറേ ദിവസം മാസങ്ങളോളം എടുത്ത് വയ്ക്കണമെങ്കിൽ അതിൻ്റേതായ സാധനങ്ങളൊക്കെ വേണ്ടി വരില്ല ചേട്ടാ. ഇതൊക്കെ ഏറി വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ മാങ്ങച്ചാറൊക്കെ ഉണ്ടാക്കിയ ഒരു 2 ആഴ്ച ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നിൽക്കൂട്ടോ. നമ്മളധികം ഏട്ടനൊന്നും ഫ്രിഡ്ജിൽ അയക്കുകയില്ല. ഈ മാങ്ങച്ചാറ് നമ്മുടെ അച്ചാറ് കഴിഞ്ഞേക്കണു. എന്തെങ്കിലും അച്ചാറുണ്ടെങ്കിൽ രാവിലെ ഇവർ ഈ തൈര് കൂട്ടിയിട്ട് കഴിക്കുമ്പോഴേ നല്ലൊരു ഉപകാരമാണ്. മാങ്ങുപ്പിലിട്ട് അതിങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ വെള്ളമയൊന്നും ഇല്ലാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വെച്ചാൽ കേടുവരുമൊന്നുമില്ല. നമ്മളങ്ങനെയില്ലല്ലോ, ഒരു സ്പൂണും കൊണ്ട് തന്നെ അല്ലല്ലോ ഉപയോഗിക്കുക. നിങ്ങളിപ്പോൾ ഇതും കൊണ്ട് ഉപയോഗിക്കും, പിന്നെ അത് കൊണ്ടുപോകും വേറുള്ളവർ. അങ്ങനെ വെക്കുന്നവരും ഉണ്ട്. നമ്മുടെ വീട്ടിലത് പറ്റില്ല. എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരേ ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പൊടിഞ്ഞ അച്ഛമ്മ പൊടിയുണ്ട്. അതന്നെ പൊടിയേ. ഇനി എന്തുകൊണ്ട് അച്ചാർ ഉണ്ടാക്കേണ്ടത്? ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടാക്കാറുണ്ട്. പന്നിയും കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. പന്നി നെയ്പ്പല്ലേ, അതിൻ്റെ ആ ഇറച്ചി മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കറിയാം. ചിക്കനും കൊണ്ടൊക്കെ ഉണ്ടാക്കാം. ചെമ്മീൻ ഉണ്ടാക്കാൻ പറ്റില്ലമ്മ. പിന്നെ നമുക്ക് ചെമ്മീനൊന്നും നല്ലത് കിട്ടില്ല. മത്തി, നത്തള്, അയിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ദശകട്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മത്തിയും കൊണ്ട് നത്തളും കൊണ്ട് ചൂരമീനും കൊണ്ടൊക്കെ ഉണ്ട്. നെയ്മീൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമ്മ. നെയ്മീൻ പിന്നെന്താ നമുക്കിതിപ്പോ മലമ്പുഴയിൽ കൊണ്ടില്ലേ മീൻ? ഏയ് അത് മീനും കൊണ്ടൊന്നും പറ്റില്ല. അത് പറയണ്ട. എനിക്ക് ആ മീൻ ഇഷ്ടമില്ല കേട്ടോ. നിനക്ക് ഇഷ്ടമില്ല? എന്താ അതൊരു ഒരു മണുള്ള പോലെ. അച്ഛനെയും കൊണ്ട് നല്ല എനിക്കൊന്നും പിടിക്കില്ല. നമ്മൾ തിന്നാത്തത് കൊണ്ടാണ് അച്ഛ പറയുന്നതേ. ഇതൊന്നും എടുത്തിട്ട് വരൂ. കറിവേപ്പില എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാ. നമ്മളേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് നല്ല എണ്ണയിലാണ്, പക്ഷെ നമുക്കധികം നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേഗം കഴിയും. കറിവേപ്പിൻ്റെ ഇതല്ല, ഇവിടുത്തെ നാടൻ കറിവേപ്പിൻ്റെ ഉണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. ആ കറുവത്തുങ്കായുടെ ഇതല്ല, കറുവത്തുങ്കായ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ. അത് വേണ്ട, അത് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതാ കടുക് ഇട്ട് കൊടുക്കട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ കറിവേപ്പിലാട്ടാ. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതാ കായ ഒലിവിയും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുർക്ക, നമ്മൾ ഇതിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ഒന്നും പഠിപ്പിച്ചിട്ടില്ലേ? മോരിലോ ഇല്ലേ തൈരിലോ ഒക്കെ ഉള്ള. അപ്പം നമ്മുടെ അച്ചാറായിട്ടോ. ദേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതും കൊണ്ട് നമ്മൾ വേഗം മാറ്റി വെക്കണം. ഇതാണ്ടോ കാണുമ്പോൾ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പറ. നമ്മുടെ അച്ചാറ് കണ്ടോ? കണ്ടില്ലേ അച്ചാറ്? നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ആക്കി വെക്കട്ടെ കേട്ടോ. എന്നിട്ട്
സുകന്യെ ഞാൻ സ്പൂൺ എടുത്തിട്ട് വരട്ടെ. എന്നാ എടുത്തിട്ട് വന്നോ. അമ്മോ ഒരു കയ്യിൽ ചോറ് എടുത്തിട്ട് വന്നാ. അമ്മ മീൻ എടുക്കുക. ഈ ചോറ് എടുത്തിട്ട് വന്നിട്ട് ഈ ചട്ടിയിൽ മസാലയൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് ഇതാ കണ്ടില്ലേ ഇതാട്ടോ. നമ്മളിത് ചൂടാറിയിട്ട് ഒരു ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു ദിവസം ഇരിക്കും. വേണ്ടോ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറ്? നമ്മളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. എൻ്റെ അമ്മ ചിലപ്പോൾ എൻ്റെ അമ്മ എന്താ കുറച്ച് ചിലപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. ഒരു കയ്യിലും കൂടി വേണത്രേ, ചെറുതിൽ മതി. സോനിയെ അച്ചാറിന്ന് ടേസ്റ്റ് ചെയ്യടി. നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടാന്നാ പറയുന്നത് വിചാരിച്ചു ഞാനീ. എടി ഇത് അടുത്ത് നോക്കിക്കോളേ എല്ലാവരും. ഞാനേ ഇവിടെ പറയുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അച്ചാറ്. എന്താ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? എങ്ങനെയുണ്ട്? ഇരുന്നോളി. ഈ ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. എപ്പിടി ഇருக்கு സുകന്യെ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ മക്കൾക്കും കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മളിതാ ഓരോ ചോരി വന്നടി ചോറ് അത് കൂടെ കുഴച്ച് കഴിച്ചോ. അമ്മയാണ് വെച്ചാലും തന്നെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ ഇതേപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കിയാലേ ചട്ടി വരണ്ടിയിട്ട് കഴിക്കാൻ തരും കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ്. അച്ചുമ്മ ഇതിപ്പോ തന്നെ കഴിക്കാ പെണ്ണ്. അമ്മു പറയുന്നു കേട്ടോ. ഏട്ടാ എന്താണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് അപ്പോഴേ അമ്മു പറയാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണ്ട ഇവിടെ തന്നെ അച്ചാതീന്ന്. ഇവിടുന്ന് കൊണ്ടേക്കോ അല്ലെങ്കിൽ കിട്ടില്ലാന്ന്. സൂനയ്ക്കൊക്കെ ഇഷ്ടമായില്ലേ? അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയും. നമുക്ക് അധികം കിട്ടുന്ന കുഞ്ഞ മത്തിയില്ലേ, മത്തിയും കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മത്തീൻ അത്തൾ മീനൊക്കെ ഞാനത് കാണിച്ചിട്ടില്ല അല്ലേ. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ മത്തിയൊക്കെ ഉണ്ടാക്കാറ്. അത് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ ഇവിടെ കുറേ ദിവസത്തേക്കൊന്നും നിൽക്കാറില്ല, വേഗം കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചാലും നമുക്കിത് എങ്ങനെയാണെന്നറിയോ, ഉണ്ടാക്കി വെച്ച് കണ്ടു കഴിഞ്ഞു വെച്ചാൽ എങ്ങനെ എടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ എടുക്കും. ഇത് ഇന്നത്തേക്കാളിലും ടേസ്റ്റ് ഉണ്ടാവുക പഴകും തോറുമാണ് കേട്ടോ. അതിന് പഴകിയിട്ട് കഴിക്കാൻ അങ്ങനെ നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല അല്ലേ. വേഗം കഴിയും. ബീഫ് 1.5 കിലോ വെച്ച് ഉണ്ടാക്കിയിട്ട് പിറ്റത്തെ ദിവസം ആയപ്പോഴേക്കും അച്ചാർ കഴിഞ്ഞു. എന്താ ഇതിങ്ങനെ കൊണ്ടുപോയി കഴിക്കുന്നതാണ് കേട്ടോ. ചോദിച്ചിട്ടല്ലേ അഭിപ്രായം പറയാം. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൈയിട്ടിട്ട് എടുക്കാൻ പറ്റില്ല, വേറെ സ്പൂൺ എടുക്കുക. എന്താ അത്? ഞങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. ഞാൻ ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്കിയിട്ടില്ല. നോക്കണ്ട, ഞങ്ങൾ നോക്കണം. നോക്കണ്ട, നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോ ഇത് കുറച്ച് എരിവ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് എരിവുണ്ട്. കാരണം എന്താ വെച്ചാല് അച്ചാർ എരിവാണല്ലോ. എങ്ങനെയുണ്ട്? അപ്പോ എല്ലാവരും പറയാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടന്മാരൊക്കെ പറയാറുണ്ട് പ്രസിയുടെ അച്ചാർ സൂപ്പറാണ്, പ്രസി അച്ചാർ ഇട്ട്. അതേപോലെ എന്താ അമ്മ ഞാനിങ്ങനെ കൈപ്പയ്ക്ക എന്താ ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇനി ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയും വേണ്ടല്ലേ. അപ്പോൾ പ്രസിയുടെ അച്ചാർ കഴിക്കാനൊരു കൊതി തോന്നി എന്ന് പറയണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ്. പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.